ശാസ്ത്രം എത്ര മുന്നോട്ടു പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാൻ സമയമെടുക്കും. അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം, പ്രേതക്കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടം, റേഡിയോകൾ നിശ്ചലമാകുന്ന വടക്ക് നോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായ ഇടം. 19-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ 75 വിമാനങ്ങളും 100-ലേറെ കപ്പലുകളും 1000-ലേറെ മനുഷ്യന്മാരും ബർമുഡ ട്രയാങ്കിളിനടുത്ത് വച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക്. വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെടുക്കാനായിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ബർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത്. 1964-ൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെൻ്റ് ഗാഡീസാണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത്. ബർമുഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂർട്ടോറിക്കോയിലെ സാൻ ജുവാനെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണിത്. ഏകദേശം 5 മൈൽ ചതുരശ്ര മൈൽ ദൂരം. ചെകുത്താൻ ത്രികോണമെന്നും കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ടിടമെന്നും ദൗർഭാഗ്യത്തിൻ്റെ സമുദ്രമെന്നുമെല്ലാം ഈ മേഖല വിളിക്കപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തൻ്റെ വടക്ക് നോക്കി യന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങിയതായും കൊളംബസ് യാത്രാവിവരണത്തിൽ പറയുന്നു. 1918 മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബാർട്ടിമോറിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ വച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത്. 309 പേരുണ്ടായിരുന്ന കപ്പലിനെക്കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല. അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നില്ല. 1941-ൽ US-ൻ്റെ തന്നെ USS പ്രോട്ടിയസ് എന്ന കപ്പലും 1 മാസത്തിനു ശേഷം USS നിറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി. 1945-ൽ US-ൻ്റെ ഫ്ലൈറ്റ് 19 എന്ന 5 DBM അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ബർമുഡ ട്രയാങ്കിളിന് മുകളിൽ വച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു. ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വച്ച് കാണാതായി. എല്ലാം ദുരൂഹമായി തോന്നുന്നു. വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോകുകയാണ് ഞങ്ങൾ. ഒന്നും ശരിയായി തോന്നുന്നില്ല. എവിടെയാണ് ഞങ്ങളെന്നറിയില്ല. വെള്ളയല്ല, പച്ച നിറത്തിലാണ് വെള്ളം. കാണാതായ വിമാനങ്ങളിലൊന്നിലെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു: അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകട കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ US അന്വേഷണം അവസാനിപ്പിച്ചു. വിമാനങ്ങൾ നേരെ ചൊവ്വയിലേക്ക് കടന്ന പോലെ എന്നായിരുന്നു റിപ്പോർട്ടിലെ ഒരു പരാമർശം. 1948-ൽ US-ൻ്റെ DC-3 വിമാനവും ബ്രിട്ടീഷ് അവ്രോ ഡൂഡോർ വിമാനവും ഇവിടെ നിന്ന് കാണാതായി. 1949-ൽ ബർമുഡയിൽ നിന്ന് ജമൈക്കയിലേക്ക് പുറപ്പെട്ട എഗ്രി വിമാനം, 1963-ൽ SS മറൈൻ സൾഫർ ക്ലെയിം, 1967-ൽ സിൽവിയ എൽ ഒസ എന്ന ചരക്ക് കപ്പൽ, 1984-ൽ ബഹാമസിൽ നിന്ന് പുറപ്പെട്ട യാത്രാ വിമാനം സെസ്ന തുടങ്ങിയവ ബർമുഡ ട്രയാങ്കിൾ വിഴുങ്ങിയതിൽ ചിലത് മാത്രം. 2020 ഡിസംബറിൽ ബഹാമസിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോയ യാത്രാ ബോട്ട് കാണാതായിരുന്നു.
ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെയുണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതുമായ പഠനം 2016 കൊളറാഡോ സർവകലാശാല നടത്തിയ പഠനമാണ്. ബർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവയ്ക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു. ഹറിക്കെയിൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് 45 അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനുമാകും. ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു. നിഗൂഢമായതിനെ ചൊല്ലി മാനുഷികവും അമാനുഷികവുമായ ധാരാളം കഥകൾ പ്രചരിക്കുന്നത് സ്വാഭാവികം. അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയെന്ന് യവന പുരാണങ്ങളിൽ പറയുന്ന അറ്റ്ലാന്റിക് ദ്വീപാണ് ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും അന്യഗ്രഹ ജീവികളുടെ ലോകത്തേക്കുള്ള വാതിലാണതെന്നും തുടങ്ങിയ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ബർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതയ്ക്ക് കാരണമെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ ഇവയാണ്. തെക്കുനിന്നും വടക്കുനിന്നും ഒന്നിച്ച് ശക്തമായ കൊടുങ്കാറ്റ് വീശുന്നതോടെയുണ്ടാകുന്ന റോങ് തിരമാലകളാണ് ബർമുഡ ട്രയാങ്കിളിൽ അപകടം വിതയ്ക്കുന്നതെന്ന് സതാംപ്ടൺ സർവകലാശാലയിലെ സമുദ്രശാസ്ത്ര ഗവേഷകൻ സൈമൺ ബോക്സൽ പറയുന്നു. ഇത്തരം തിരമാലകൾ 100 അടി വരെ മുകളിലേക്ക് ഉയരുമെന്നാണ് പഠനം. വടക്ക് നോക്കി യന്ത്രങ്ങളെ തെറ്റിക്കുന്ന കാന്തിക ശക്തി കപ്പലുകളിലെ വടക്ക് നോക്കി യന്ത്രങ്ങൾ സാധാരണയായി ഉത്തര കാന്തിക ധ്രുവത്തിലേക്കാണ് വഴികാട്ടുക. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കോമ്പസുകൾ ശരിയായ ഉത്തര ധ്രുവത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂമിയിലെ 2 സ്ഥലങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ. കാന്തിക ചരിവില്ലാത്ത മേഖലകളിലൂടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക രേഖയായ അഗോണിക് രേഖയിലുൾപ്പെട്ട പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ എന്നതുകൊണ്ടാണ് ഇതെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ഇത്തരം ഇടങ്ങളിൽ കോമ്പസുകൾ ശരിയായ ഉത്തര ധ്രുവത്തിലേക്കാകും ചൂണ്ടുക. മീഥേൻ കുമിളകൾ സമുദ്രത്തിനുള്ളിലെ ജലസാന്ദ്രത കുറയ്ക്കുന്ന മീഥേൻ ഹൈഡ്രേറ്റ് വാതകം പൊട്ടിത്തെറിച്ച് ഉയർന്നു പൊങ്ങുന്ന ജലമാണ് കപ്പലുകളെ മുക്കുന്നതെന്ന് മറ്റൊരു വാദം. ഇതൊക്കെയാണ് ചില വാദങ്ങളിൽ പെടുന്നവ. അതേസമയം ബർമുഡ ട്രയാങ്കിൾ എന്നത് വെറും വിദ്യയാണെന്നും ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ തോത് അത്ര വലുതല്ലെന്നും അഭിപ്രായപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. ബർമുഡ ട്രയാങ്കിൾ എന്നൊരു മേഖല തന്നെയില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. ബർമുഡ ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്ക് കൂടിയതുമായ കപ്പൽ പാതയിലാണുള്ളത്. അതുകൊണ്ടാണ് അപകടങ്ങളുടെ തോത് കൂടുതലായി തോന്നുന്നതെന്നും അഭിപ്രായപ്പെടുന്ന പഠനങ്ങളുമുണ്ട്. പഠനങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളുടെ മറ പൂർണ്ണമായും നീക്കാൻ ഒരു ഗവേഷണങ്ങൾക്കും സാധിച്ചിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം.